ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം കാഡെക്സിയുടെ യൂട്യൂബ് ചാനലിലേക്ക്. ഓട്ടോകാഡ് ട്യൂട്ടോറിയൽ സീരീസിലെ 8ാമത്തെ വീഡിയോ ആണിത്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ്, മാച്ച് പ്രോപ്പർട്ടീസ് തുടങ്ങിയ കാര്യങ്ങളാണ്. സോ ക്ലാസ്സിലേക്ക് വരാം. ഇവിടെ ഹോം ടാബിൽ പ്രോപ്പർട്ടീസ് പാനലിൽ കാണിക്കുന്ന ഈ ഭാഗങ്ങളാണ് ഒരു ടൈപ്പ് പ്രോപ്പർട്ടി. രണ്ടാമത്തെയും മൂന്നാമത്തെയും ടൈപ്പ് പ്രോപ്പർട്ടി ഉണ്ട്. ടോട്ടൽ 3 ടൈപ്പ് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ നിന്ന് വിശദീകരിക്കുന്നത്. അത് 1 by 1 ആയിട്ട് നമുക്ക് പറയാം. ആദ്യം ഈ ഭാഗം എന്താണെന്ന് നോക്കാം. നമ്മൾ ഒബ്ജക്റ്റ് വരക്കുമ്പം സാധാരണയായി വെള്ള കളറിലേ വരാറുള്ളത്. അതിന്റെ കാരണം ഈ പ്രോപ്പർട്ടിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഈ ഒബ്ജക്റ്റ് കളർ എന്ന് പറയുന്നത് ബൈലെയർ ആയതുകൊണ്ടാണ്. ബൈലെയർ ആണെങ്കിൽ നമ്മളെ കളറിൽ വെള്ളയാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ ചേഞ്ച് ചെയ്ത് വരക്കണമെങ്കിലോ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക, നമ്മൾ വരക്കാം. ഇങ്ങനെ സെലക്ട് ചെയ്ത് ആവശ്യമുള്ള കളർ എടുത്ത് നമുക്ക് വരക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ ഈ ഒരു ഭാഗത്തില്ലെങ്കിൽ അപ്പോൾ നമ്മൾ എവിടെ പോകണം? മോർ കളേഴ്സിൽ പോകണം. മോർ കളേഴ്സിൽ ഇൻഡെക്സ് കളർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വന്നാൽ കണ്ടോ ഒരുപാട് കളർ ഉണ്ടാവും. സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക, നമ്മൾ വരക്കാം. ഇനി ആ കളർ പോരെങ്കിൽ വീണ്ടും മോർ കളേഴ്സിലേക്ക് വന്ന് ട്രൂ കളർ കോമ്പിനേഷൻ ഉണ്ടാവും. ഈ ട്രൂ കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കളർ സെലക്ട് ചെയ്താൽ ആ കളറിന്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബാർ, അതായത് ആ കളറും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബാറും ഇവിടെ ഉണ്ടാവും. ആ കളറിന്റെ ഏറ്റവും ലൈറ്റ് വേർഷൻ മുകളിലേക്ക് ആക്കിയാൽ കിട്ടും, ഏറ്റവും ഡാർക്ക് വേർഷൻ താഴേക്ക് ആക്കിയാൽ കിട്ടും. ഏറ്റവും ടോപ്പിൽ പോയാൽ ഫുൾ വൈറ്റും ഏറ്റവും താഴെ വന്നാൽ ബ്ലാക്കും ആയിരിക്കും കേട്ടോ. അതായത് ഒരു കളർ സെലക്ട് ചെയ്താൽ അതിന്റെ ലൈറ്റർ വേർഷനും ആക്കാം, ഡാർക്കർ വേർഷനും ആക്കാം നിർത്തും. അതുപോലെ കളർ ബുക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ആവശ്യമുള്ള സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കളർ ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിനെ മൊത്തം സെലക്ട് ചെയ്യുക, ഇവിടെ വരിക, ബൈ ലെയർ കൊടുക്കുക. ക്ലിയർ? സെലക്ഷൻ കളയാൻ എസ്കേപ്പ് ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മള് ലാസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് എടുത്ത കളർ ഇതല്ലേ? അപ്പോ ഇനി വരയ്ക്കുന്ന ഒബ്ജക്റ്റിനും ആ കളർ തന്നെ വരുമല്ലോ. അപ്പൊ കളർ വരണ്ട എന്നുണ്ടെങ്കിൽ നേരെ പോയി ബൈ ലെയർ ആക്കിയിട്ട് വരച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഇപ്പൊ കളർ മനസ്സിലായല്ലോ, സെറ്റ് അല്ലേ? ഓക്കെ. അടുത്ത ബൈ ലെയർ എന്ന് പറയുന്നത് ലൈൻ വെയിറ്റ് ആണ്. ലൈൻ വെയിറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ലൈൻ വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഒബ്ജക്റ്റിന് ലൈന് തിക്നെസ്, ഒബ്ജക്റ്റിന് തിക്നെസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ലൈൻ വെയിറ്റ് എന്ന് പറയാം. നമ്മൾ ഇഷ്ടമുള്ള ഒരു ലൈൻ വെയിറ്റ് ഇവിടെ സെലക്ട് ചെയ്തു, വരക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ പലരുടെ ഇതിലും നമ്മൾ വരക്കുന്ന സമയത്ത് ഇങ്ങനെ ലൈൻ വെയിറ്റ് വരാറില്ല. ഇതുപോലെയാണ് വരിക, ഇങ്ങനെ. അപ്പൊ അതിന്റെ കാരണം എന്താ? ഇവിടെ താഴെ ഷോ ഓർ ഹൈഡ് ലൈൻ വെയിറ്റ് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആയിരിക്കില്ല. അത് ഓൺ ആയാൽ മാത്രമേ ലൈൻ വെയിറ്റ് കൊടുത്താൽ കാണിക്കൂ. ക്ലിയർ? ഇനി ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. ആ ഓപ്ഷനെ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഈ ഭാഗത്ത് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ലൈൻ വെയിറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ, അതായത് ടിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. നോക്കിയേ, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, വന്നു. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് പോയി അല്ലേ? ഒന്നുകൂടെ ഇവിടെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇതൊന്ന് ഓൺ ആക്കി കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? ക്ലിയർ അല്ലേ? ദെൻ അതിനെയും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. നമുക്ക് കളറും ലൈൻ വെയിറ്റ് ഒക്കെ ഒരുമിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഓരോരോ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നതാണ്, ഓരോന്ന് ഓഫ് ചെയ്തിട്ട് കേട്ടോ. കളർ കൊടുത്തു, അത് കളഞ്ഞു. ലൈൻ വെയിറ്റ് കൊടുത്തു, അത് കളഞ്ഞു. തിരിച്ച് വീണ്ടും അതിനെ ബൈ ലെയർ ആക്കി കഴിഞ്ഞാൽ എന്തായി? ലൈൻ വെയിറ്റ് പഴയതുപോലെ ലൈൻ വെയിറ്റ് ഇല്ലാതെയായി നിർത്താം. അടുത്തത് വരുന്നത് ലൈൻ ടൈപ്പ് ആണ്. അതായത് സ്ട്രെയിറ്റ് ലൈനിന് പകരം നമുക്ക് ഡോട്ടഡ് ടൈപ്പ് ലൈൻ ഒക്കെ വരക്കേണ്ടി വരില്ലേ? അതിനുള്ള ഓപ്ഷനാണ് ഈ മൂന്നാമത്തെ ഓപ്ഷനായ ലൈൻ ടൈപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരിക, ലോഡ് ക്ലിക്ക് ചെയ്യുക. എനിക്ക് വേണ്ടത് ഇപ്പം ACAD ISO ഡാഷ് സ്പേസ് ആണ്. അപ്പൊ അത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇവിടെ ഓക്കെ കൊടുക്കുക. ഈ കൂട്ടത്തിൽ ഒന്നും കൂടെ വരിക, അതിനൊന്നും എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുന്നു. ഞാൻ ഒബ്ജക്റ്റ് വരച്ചു. ഓക്കെ അല്ലേ? ഇനി ചില കേസുകളിൽ ചില ടൈപ്പ് ലൈൻ നമ്മൾ വരക്കുമ്പം കൃത്യമായി ഇതുപോലെ ഗ്യാപ്പുകൾ കിട്ടാറില്ല പലർക്കും. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ അതിന്റെ സ്കെയിലിന് പ്രശ്നമുണ്ടാവും. ലൈൻ ടൈപ്പിന് സ്കെയിലിന് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് വരക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് ആ ഗ്യാപ്പ് കാണാത്തത്. അതെങ്ങനെ സോൾവ് ചെയ്യാം ഇപ്പൊ പറയാം. ഇവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതറിൽ വരിക,
ഇവിടെ നിങ്ങൾ ഹൈഡ് ഡീറ്റെയിൽ ആണ് ഉള്ളതെങ്കിൽ ഈ ഗ്ലോബൽ സ്കെയിൽ ഫാക്ടർ ആക്റ്റീവ് ആയിരിക്കും. ഇനി അതല്ല അവിടെ ഷോ ഡീറ്റെയിൽ ആണെന്നുള്ളതെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും കൊടുക്കേണ്ടത് എന്താണ്? ഗ്ലോബൽ സ്കെയിൽ ഫാക്ടർ ആണ്. അതവിടെ ഉണ്ടായാൽ മതി. അതിന്റെ വാല്യൂ ഞാനൊരു 5 എന്ന് കൊടുക്കുന്നു. എന്റർ ചെയ്യരുത്. എന്റർ ചെയ്താൽ സംഭവിക്കുന്നത് വീണ്ടും പുതിയ ലൈൻ ടൈപ്പിലേക്ക് ലോഡ് ആണ് വരിക. കാരണം ലോഡാണ് ഡിഫോൾട്ട് ആയിട്ട് ആക്ടിവേറ്റ് ആകുന്നത്. അതുകൊണ്ട് എന്റർ ചെയ്യരുത്. നമ്മളൊരു വാല്യൂ കൊടുത്താൽ ടൈപ്പ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇതൊന്നുകൂടെ കൺഫേം ചെയ്യാം. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ കാണിക്കാം. അതറിലേക്ക് വരാം. ഗ്ലോബൽ സ്കെയിൽ ഫാക്ടർ 1 കൊടുക്കുക. ഓക്കെ, കണ്ടോ? ക്ലിയർ അല്ലേ? ഒരു സംശയമില്ലല്ലോ. ദെൻ പലർക്കുള്ള ഒരു സംശയം, നമ്മളൊരു ലോഡിൽ പോയി ഇപ്പൊ എന്താണ് ഇതിപ്പം സിഗ്സാഗ് ഒരു ലൈൻ ടൈപ്പ് എടുത്ത് ഓക്കെ കൊടുക്കും. നമ്മൾ ഇവിടെ നിന്ന് ഓക്കെ കൊടുത്തിട്ട് വീണ്ടും ഇവിടെ പോയി സെലക്ട് ചെയ്യേണ്ടി വരുന്നില്ലേ ആ ലൈൻ ടൈപ്പ് കിട്ടാൻ? അതല്ലാണ്ട് എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഉണ്ട്. ആ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഈ സിക്സാഗ് ലൈൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അതായത് ആ ലൈൻ ടൈപ്പ് വേണ്ട ലൈൻ ടൈപ്പ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക, കറന്റ് എന്ന് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഡയറക്റ്റ് വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഓക്കെ അല്ലേ? ഇതിനൊക്കെ ലൈൻ വെയിറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. ലൈൻ വെയിറ്റ് വേണ്ടെങ്കിലോ മൊത്തം സെലക്ട് ചെയ്യുക, ഇവിടെ വരിക, ബൈലെയർ കൊടുക്കുക, എസ്കേപ്പ് ചെയ്യുക, സെലക്ഷൻ കളയാൻ. ക്ലിയർ? മനസ്സിലായല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ടത്, രണ്ട് ലൈൻ ടൈപ്പ് ഒന്നാണ്, രണ്ടിന്റെ സ്കെയിലും ഒന്നാണ്. എനിക്ക് വേണ്ടത് ഒന്നിന്റെ ലൈൻ ടൈപ്പ് സ്കെയിൽ മാത്രം ചേഞ്ച് ചെയ്യണം. ഇവിടെ ഗ്ലോബൽ സ്കെയിൽ ഫാക്ടറിൽ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒബ്ജക്റ്റിന്റെ രണ്ടിന്റെയും സ്കെയിൽ ഫാക്ടർ സെപ്പറേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സെപ്പറേറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഏത് ഒബ്ജക്റ്റിനെയാണോ സ്കെയിൽ ചേഞ്ച് ചെയ്യേണ്ടത് അതിന് സെലക്ട് ചെയ്യാം. PR ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാം. PR എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ടൂളിന്റെ ഷോർട്ട് കീ ആണ് PR. സെലക്ട് ചെയ്യുക, PR ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ലൈൻ ടൈപ്പ് സ്കെയിൽ എന്നുകൊണ്ട് കാണിക്കുന്നുണ്ടോ? ഇതിനകത്ത് വന്നിട്ട് ഞാനൊരു 0.5 കൊടുത്ത് എൻ്റർ ചെയ്യാണ്. കണ്ടോ? സെലക്ട് ചെയ്തതിന്റെ മാത്രം മാറി. ഇപ്പൊ ഇവിടെ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും കേട്ടോ. ഈ PR പ്രോപ്പർട്ടി പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാം. ലൈൻ ടൈപ്പ് ഇതാ ഇവിടുന്ന് യൂസ് ചെയ്യാം. വ്യത്യാസമുള്ളത് ഈ പ്രോപ്പർട്ടിയിൽ ഇവിടെ നമ്മൾ ലോഡ് ചെയ്ത് വെച്ച, അതിൽ പോയിട്ട് ലോഡ് ചെയ്ത് വെച്ച സംഗതികളെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റുമോ, അല്ലാണ്ട് ഇവിടുന്ന് പുതിയത് ലോഡ് ചെയ്യാൻ പറ്റില്ല. പുതിയത് ലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ വരണം. ദെൻ ലൈൻ വെയിറ്റ് പിന്നെ ലോഡ് ചെയ്യേണ്ടതില്ലല്ലോ, ഓൾറെഡി ആ കൂടെ തന്നെ ഉള്ളത് കൊണ്ട് അത് കുഴപ്പമില്ല. ഇവിടുന്ന് ചൂസ് ചെയ്യാം. പിന്നെ അത് കൂടാണ്ട് വേറൊരു അഡ്വാൻസ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇവിടെ മൗസ് വെക്കുമ്പം 2 ഏറോ മുകളിലേക്കും താഴേക്കും കാണിക്കുന്നുണ്ടോ? അവിടെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ ഒബ്ജക്റ്റിന്റെ ഏരിയ നമുക്ക് കാണാൻ പറ്റും. എന്ത് കാണാൻ പറ്റും? ഒബ്ജക്റ്റിന്റെ ഏരിയ. അത് ഇവിടെ ഓൾറെഡി കാണുന്നുണ്ട്. കോമൺ കേസിൽ അത് കാണാറില്ല കേട്ടോ. അത് ഇങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മൗസ് വെക്കുക, 2 ഏറോ മാർക്ക് മുകളിലേക്കും താഴേക്കും ഉണ്ടാവും. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. 2 ഏറോ മാർക്ക് എന്നല്ല, 2 ഏറോ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഒരു ലൈനിൽ 2 ഏറോ. അപ്പൊ അവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, ഡ്രാഗ് ചെയ്യുക. ഏരിയ കാണും. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ ഏരിയ ഈസി ആയിട്ട് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? PR പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ. ഞാൻ ഈ ഒബ്ജക്റ്റിന് കളർ കൊടുത്തു, ലൈൻ വെയിറ്റ് കൊടുത്തു, ലൈൻ ടൈപ്പ് കൊടുത്തു, മൂന്നും കൊടുത്തു ഒബ്ജക്റ്റിന്. ക്ലിയർ? എന്നിട്ട് ഇത് ബൈലെയർ ആക്കി, ഇത് ബൈലെയർ ആക്കി. ക്ലിയർ അല്ലേ? ഞാൻ കുറെ ഒബ്ജക്റ്റ് വരക്കാണേ. എനിക്ക് വേണ്ടത് ഈ ഒബ്ജക്റ്റിന്റെ ഇതേ പ്രോപ്പർട്ടീസ് മറ്റുള്ള ഒബ്ജക്റ്റുകളിലേക്ക് പകർത്തണം. എന്ത് വേണം? ഈ ഒബ്ജക്റ്റിന്റെ ഇതേ പ്രോപ്പർട്ടി മറ്റുള്ള ഒബ്ജക്റ്റുകളിലേക്ക് പകർത്താൻ വേണ്ടി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് MA അഥവാ മാച്ച് പ്രോപ്പർട്ടി. MA ആണ് കമാൻഡ്. ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പൊ എന്താ ചോദിക്കുന്നത്? മാച്ച് പ്രോപ്പ് സെലക്ട് സോഴ്സ് ഒബ്ജക്ട്. ഏതാ സോഴ്സ് ഒബ്ജക്ട്? ഏതാ ആദ്യത്തെ ഒബ്ജക്ട്? ഇതല്ലേ? അതിന് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ഡെസ്റ്റിനേഷൻ ഒബ്ജക്ട്. ഡെസ്റ്റിനേഷൻ ഒബ്ജക്ട് പറഞ്ഞാൽ നമുക്ക് ഏതിലേക്കാണ് ഈ പ്രത്യേകത വരേണ്ടത്, അതാണ് ഡെസ്റ്റിനേഷൻ ഒബ്ജക്ട്. ക്ലിക്ക് ചെയ്യാം. ഇതിനും ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം ഈ ഒബ്ജക്റ്റിന് ഇതിന്റെ എല്ലാ പ്രത്യേകതകളും ഇതിന് വരണം. അതിനാണ് ഞാൻ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തത്. ഇതിന് എനിക്ക് ഈ ഒബ്ജക്റ്റിന് ഈ ഒരു പ്രത്യേകത എല്ലാം വരണ്ട. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വേണ്ട? എനിക്ക് കളറും ലൈൻ ടൈപ്പും മാത്രമേ ഈ ഒബ്ജക്റ്റിന് വേണ്ടൂ. കളറും ഈ ഒബ്ജക്റ്റിന്റെ കളറും ലൈൻ ടൈപ്പും മാത്രമേ ഈ ഒബ്ജക്റ്റിന് വരണ്ടൂ. എന്ത് വേണ്ട? ലൈൻ വെയിറ്റ് വരണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ലൈൻ വെയിറ്റ് വേണ്ടെന്നല്ലേ പറഞ്ഞത്. ഇവിടെ എന്ത് ചെയ്യുക? ലൈൻ വെയിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ടിക്ക് ഒഴിവാക്കുക, ഓക്കെ കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. മനസ്സിലായില്ലേ? ഇതാണ് മാച്ച് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
അപ്പൊ ഇന്നൊരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ക്ലാസ് ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ താങ്ക് യു, ബൈ ബൈ, നാളെ കാണാം.